ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ സമയം ഏകദേശം 3 മണി ആയിട്ടുണ്ടാവും കേട്ടോ. കിടന്നിട്ട് ഉറക്കം വരണില്ല. കാരണം ഇപ്പൊ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഞാൻ ആളുടെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ ആളെ വീണ്ടും വേദനിപ്പിക്കുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ മൊത്തം അദ്ദേഹത്തിന്റെ കാര്യമാണ്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു. ഒരാൾക്ക് ആ ആളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുറച്ച് പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കാശിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന കുറച്ച് ആളുകളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റർമാർ. പോലെ തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്തർത്ഥത്തിൽ ഞാൻ എന്റെ വീഡിയോ നല്ലത് നമുക്ക് വേണ്ടി പറയാനും ചിന്തിക്കാനും ചെയ്യാനും ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരുടെ നാശം കാണാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം ഒരാളുടെ നാശം അതിനെ ആഘോഷമാക്കുന്ന ഒരിടം മാത്രമേ ഉള്ളൂ, സോഷ്യൽ മീഡിയയാണ്. അത് നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാര് മറ്റുള്ളവരുടെ വേദന വിറ്റ് പൈസയാക്കിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഈ ഒരു കാര്യം ഇവിടെ വന്ന് പറയേണ്ടി വന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ വിഷമത്തെ മറ്റുള്ളവര് വിറ്റ് പൈസയാക്കുകയാണ്. അത് വല്ലാത്തൊരു വിഷമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് അല്ലെ നമുക്കോ ഇതേപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിന്റെ വേദന അറിയാൻ പറ്റണത്. ഒരാളുടെ വേദനയെ ഇങ്ങനെ വിറ്റ് കാശാക്കുക എന്നുള്ളത് വളരെ 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 ഒരു വിഷമം ഉള്ളൊരു കാര്യമാണ്. ഞാനിപ്പം വീഡിയോ ചെയ്യുന്ന സമയം 3 മണിയാണ്. അത് ഉച്ചയ്ക്ക് 3 മണിയല്ല, വെളുപ്പിനെ 3 മണി. കാരണം എനിക്ക് കിടന്നിട്ട് ഭയങ്കര സങ്കടം വന്നു. കാരണം ഇപ്പൊ എനിക്കായാലും എന്റെ ഫാമിലിക്കായാലും ആർക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തുമാത്രം വേദന കാണും അവരുടെ കുടുംബത്തിന്. അപ്പൊ അവരെ ഇങ്ങനെ പിച്ച് ചീന്തി ഞാൻ സത്യം പറഞ്ഞ ഇന്ന് രാവിലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നപ്പം ഈശ്വര എത്ര പോസ്റ്റാണ്. നമുക്ക് എത്ര എത്ര കാര്യങ്ങള് ഇപ്പൊ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കണു. ശരിക്കും പറഞ്ഞ ഈ പറയുന്ന ഒരാള് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലാതെ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരാളോ ആയതുകൊണ്ടല്ലേ ഇപ്പൊ ഇത്രയും ഒരു ഇത് കിട്ടിയത് ഈ ഒരു പ്രശ്നത്തിന്. ഇത്ര വാല്യൂ എല്ലാരും അത് ഇങ്ങനെ ആഘോഷിക്കാൻ കാരണം ആ ആളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടല്ലേ. ഒരു സാധാരണ ആരും അറിയാത്തൊരു പട്ടിക്കാട്ടി കിടക്കുന്ന ഒരാളാണ് ഇങ്ങനെ ചെയ്തതെന്നുണ്ടെങ്കിൽ ഇതാരെങ്കിലും അറിയുന്നുണ്ടോ? ആരും അറിയില്ല. അപ്പം ഈ ഒരാള് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെന്നും നല്ലൊരു നിലയിൽ നിൽക്കുന്ന ഒരാളാണെന്നും അറിയാവുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇതിനെ അങ്ങ് അങ്ങ് ആഘോഷിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അവരെ വീട്ടുകാർക്കുണ്ടായ നാണക്കേടും മാനക്കേടും ഒക്കെ നിങ്ങളൊക്കെ സത്യം പറഞ്ഞത് അത് എൻജോയ് ചെയ്ത് കൊണ്ടുപോവാണ്. അത് ആരും അറിയാതെ ഒരു 2 ചുമരിനുള്ളിൽ നിൽക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയോ ആ പോലീസ് സ്റ്റേഷനിൽ ഏതോ ഒരു പോലീസുകാരന്റെ വായിന്ന് അബദ്ധത്തിൽ പോയ ഒരു വാക്ക് അത് പല ക്രിയേറ്റർമാരുടെയും യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ മോണിറ്റൈസ് ആയാലും യൂട്യൂബിൽ മോണിറ്റൈസ് ആയാലും ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസ് ആയാലും മറ്റുള്ളവരുടെ വേദന വിറ്റ് കാശാക്കുന്ന പരിപാടി നിർത്തിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനലായാലും അതിൽ നിന്ന് കിട്ടുന്ന പണമായാലും അധികം നാളൊന്നും വാഴില്ല. അതെപ്പോഴും നിങ്ങൾ ചിന്തിക്കണം. ഞാനിത് പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ പറഞ്ഞു പോന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന നമ്മുടെയും കൂടെ വേദനയായിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാരുടെയും കുറ്റമോ അല്ലെന്നുണ്ടെങ്കിൽ ആരുടെയും അങ്ങനെ അതൊക്കെ ഓരോ മനുഷ്യരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം ആ ആളോ അല്ലെങ്കിൽ ആ കുട്ടിയോ ആ ആളോ ഒരിക്കലും സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞ കാര്യമല്ല. അപ്പം വേണമെങ്കിൽ പറയാം ആ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞ കാര്യമായത് കൊണ്ട് നമുക്ക് പ്രതികരിക്കാമെന്ന് പറയാം. പക്ഷെ ഇതൊന്നും അവരാരും സോഷ്യൽ മീഡിയ വന്ന് പ്രതികരിച്ച കാര്യമല്ല. ഇത് ആരോ ഒരാൾ ലീക്ക് ചെയ്ത ഒരൊറ്റ കാര്യത്തിന്റെ പുറത്താണ് സത്യം പറഞ്ഞാൽ ഇത് പുറത്തറിഞ്ഞത്. സത്യം പറഞ്ഞാൽ അവരെങ്ങനെയൊക്കെ അത് ഫേസ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി അങ്ങനെ ആയിരിക്കില്ല അത്ര വേദന വരുന്നത്. ഇപ്പൊ ഈ നാട് മൊത്തം അറിയാത്തവരായി ഇല്ല.
ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എവിടെ തുറന്നാലും ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം അറിയാം ഇതേപോലൊരു കാര്യം കണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് കണ്ടന്റ് ആക്കി വിൽക്കുന്ന പല ആൾക്കാരും ഉണ്ട്. വളരെ 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 മോശമാണ്. വളരെ നാണം കെടുത്തി ലജ്ജ തോന്നുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കരായിട്ട് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം രാവിലെ നോക്കുമ്പോ ഓരോ ക്രിയേറ്റർമാരുടെയും ശരിക്കും പറഞ്ഞാൽ ഒരു ഏറ്റവും കൂടുതൽ പെൺകുട്ടികളും ആണ് കേട്ടോ ഈ വീഡിയോ ചെയ്യണത്. ഇതിനെപ്പറ്റി ആരുടെയോ കുറ്റം ആയിക്കോട്ടെ. ആ കുട്ടിയുടെയോ അല്ലെങ്കിൽ ആ പുള്ളിക്കാരന്റെയോ ആരുടെയോ കുറ്റം ആയിക്കോട്ടെ. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. അതൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വാരി വിതറി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയെങ്കിൽ അത് നല്ലതിന് വേണ്ടി ചെയ്യൂ. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും കാണണ്ടേ? ആരെങ്കിലും ആരുടെയും കൂടെ പോയെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം എന്താ? സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങളതൊക്കെ നല്ലത് ചെയ്യുന്ന ആരും കാണുന്നില്ല. ഈ ചീത്ത ചെയ്യുന്ന ആർക്കൊക്കെ എങ്ങനെ ഇതിന്റെ പിറകേ നടക്കണു? സത്യം പറഞ്ഞാൽ എനിക്ക് വാക്ക് കിട്ടണില്ല എന്താ പറയാന്ന്. കാരണം നമ്മൾ ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ? അതുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേപോലെ ഒരു ആള് നമ്മുടെ വീട്ടിലും നമ്മുടെ നമ്മുടെ കൂടപ്പിറപ്പോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം വേദനയായിരിക്കും ഇങ്ങനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിത് കണ്ടന്റ് ആക്കി നിങ്ങളിത് ഇന്ന് മറക്കും. നാളെ ഈ ഒരു സമയത്ത് ഇപ്പൊ ഈ കുട്ടിയായാലും ഈ ആളാണെന്നുണ്ടെങ്കിൽ നാളെ വേറൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോ അതൊക്കെ ഇങ്ങനെ വന്നോണ്ട് ഒരു സമയം ഇങ്ങനെ വന്ന് അവരുടെ ഭാവിയിലുള്ള ആൾക്കാര് കുട്ടികളോ ഒക്കെ കാണുന്ന ഒരു സമയമാവുമ്പോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുമാത്രം വേദന? അപ്പൊ നിങ്ങൾ ഈ ഇട്ടേക്കുന്നതൊക്കെ നിങ്ങൾ അപ്പൊ നിങ്ങടുത്ത് കളയോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ എനിക്ക് വളരെ വിഷമം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഇത് കേട്ടപ്പോ ഞങ്ങളും ഞെട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഹാപ്പി ആയിട്ട് പൊക്കോണ്ടിരുന്ന ഒരു ഫാമിലി പെട്ടെന്ന് തകർന്നു പോകുമ്പോഴത്തേക്കും അത് ആഘോഷിക്കാൻ കുറേ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞാ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, ഏട്ടാ ഒരാൾക്ക് ഇത്ര പ്രശ്നം വരുമ്പോ എന്ത് മോശമായിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ 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 അതിനെ വലിച്ചു കീറി ഒരുമാതിരി എന്താ പറയാ അതിനിങ്ങനെ എന്താ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറഞ്ഞാലും ഒരിതുണ്ട്. ഇത് പോസ്റ്റ്മോർട്ടത്തിന് അപ്പുറത്താണെന്ന് എനിക്ക് തോന്നുന്നു.